സ്വാഗതം. ദല്ലാൽ വിവാദത്തിൽ നേട്ടം കൊയ്യാമെന്ന് കരുതിയവർ തന്നെ വെട്ടിലായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ നടത്തിയ കൂടിക്കാഴ്ചകൾ വഴി വ്യാജ പ്രചാരവേല അഴിച്ചുവിട്ടവർ ഒരേ സമയം കുഴിയിലാക്കിയത് ജാവദേക്കറെയും BJP കേന്ദ്ര നേതൃത്വത്തെയുമാണ്. ദല്ലാൽ വിവാദത്തിലൂടെ പുറത്തു വന്നത് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ നടത്തിയ പണമിടപാടുകളും ഇടനിലക്കാർ വഴി നടത്തുന്ന നേരല്ലാത്ത ഇടപെടലുകളുമാണ്. BJP കേന്ദ്ര നേതൃത്വം തന്നെ മറുപടി പറയേണ്ട തരത്തിലെത്തിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ജാവദേക്കറിൻ്റെയും മനസ്സിലിരിപ്പ് എന്തു തന്നെയായാലും അത് കേരളത്തിൽ പൊളിഞ്ഞു വീണോ? BJP കേരള ഘടകത്തിലെ വിഭാഗീയത ശക്തിപ്പെടുത്തുന്നതിന് പുതിയ വിവാദങ്ങൾ ഇടയാക്കിയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, കേരള ദളിത് ഫെഡറേഷൻ നേതാവ് P രാമഭദ്രൻ, BJP നേതാവ് പ്രിന്റു മഹാദേവ് എന്നിവരാണ്. സ്വാഗതം. ആദ്യം BJP പ്രതിനിധി പ്രിന്റു മഹാദേവനിലേക്കാണ്. പ്രിന്റു, ഒരുപക്ഷെ നിങ്ങളുടെ നേതാവ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ചില പരാമർശങ്ങൾ, ചില പ്രസ്താവനകൾ ഇപ്പോൾ ഒരേ സമയം ജാവദേക്കറെയും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ അഴിച്ചുവിടുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്തെന്ന് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും അടക്കം നടത്തുന്ന ചില ഇടപെടലുകളാണ്, പണമിടപാടുകളാണ്. അതിൻ്റെ സ്ഥിരീകരിക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ്. ഈ വിഷയത്തിൽ BJP നേതൃത്വം കൃത്യമായി മറുപടി പറയണ്ടേ? കേരളത്തിലെ പ്രമുഖനായ ഒരു നേതാവിനെതിരെ വ്യാജ പ്രചാരവേല അഴിച്ചുവിടുന്നതിനിടയാക്കിയ സംഭവവികാസങ്ങളിൽ നിങ്ങളുടെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു നിലപാട് BJP നേതൃത്വം വ്യക്തമാക്കേണ്ടതില്ലേ? പ്രിന്റു. തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദമായിക്കോട്ടെ, ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, BJP നേതൃത്വം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ തന്നെ ഈ പേരിൽ കേട്ട പ്രകാശ് ജാവേദ്കർ, അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം എന്താണ് സംഭവിച്ചതെന്ന് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ ആലപ്പുഴയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി അവർ നടത്തിയിട്ടുള്ള വലിയൊരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചില വ്യക്തികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്ക് മറുപടി എന്നോണമാണ് ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അത് ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി അവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി അവർക്ക് നേരെ അധിക്ഷേപത്തിനെതിരെ വൈകാരികമായിട്ട് അവർക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ട് അത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് റിയാലിറ്റി എന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് പ്രകാശ് ജാവദേക്കറിൻ്റെതാണ്. കാരണം ഇവിടെ ഒരു വ്യക്തിയെ മാത്രമല്ല പ്രകാശ് ജാവദേക്കർ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ EP ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണല്ലോ. കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ എല്ലാ സാധ്യതകളെയും പരിശോധിക്കുകയും അതിനനുസൃതമായിട്ടുള്ള പ്ലാനിങ് നടത്തുന്ന ഒരു ഇലക്ഷനാണ്. സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലാത്ത ഐത്തം എന്ന് പറയുന്നൊരു നിലപാടൊന്നും BJPക്ക് ഇല്ല. എല്ലാ ആളുകളുമായിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്താറുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പ്രകാശ് ജാവദേക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ബഹുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നടത്താൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള BJPയുടെ ഒരു അഖിലേന്ത്യാ നേതാവാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ആളുകളെയും ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ, ഇതര മതസ്ഥ അതിനകത്തൊരു ശോഭാ സുരേന്ദ്രന്റെ ആ മുന്നോട്ട് പോക്കിൽ ആലപ്പുഴയിലെ വല്ലാത്ത ഒരു മുന്നേറ്റത്തിൽ വിറളി പൂണ്ട ചിലരാണ് വിവാദമുണ്ടാക്കിയതെന്നുള്ളതാണ്. അവിടെ ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് അക്കൗണ്ട് വഴി നൽകി, അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ വരെ വെളിപ്പെടുത്തുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ നിഷേധിച്ചില്ല. പിറ്റേന്ന് തന്നെ 10 ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുകയും ചെയ്തു. വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ആളുമായും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ മുൻപ് നടത്തിയ ചില പണം ഇടപാടുകളെ സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം ഉയരുന്നത്. നിങ്ങളുടെ നേതാക്കൾ എന്ന് പറയുന്ന ആൾ ഈ അധികാരം, കേന്ദ്ര അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്
സംസ്ഥാനത്ത് നടത്തുന്ന വഴിവിട്ട ഇടപെടലുകൾ, പണമിടപാടുകൾ, അത് തന്നെയാണ് ഈ വിഷയത്തിലൂടെ പൊളിഞ്ഞു വന്നിരിക്കുന്നത്. പ്രിന്റുവിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, നിലവിൽ ഈ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയോ ഉണ്ടാക്കാം, എന്തൊക്കെയോ ചെയ്തു കളയാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് വിവാദം ഉണ്ടാക്കിയവർ ഈ വിവാദം പടച്ചുവിടുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് BJP കേന്ദ്ര നേതൃത്വം അടക്കമുള്ളവർ, പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവരാണ്. ഇവിടെ പുറത്തു വന്നത് നാറുന്ന കഥകളാണ്, BJPയുമായി ബന്ധപ്പെട്ട നാറുന്ന കഥകൾ. അതിലൊന്ന് പണമിടപാടിൻ്റെ കഥകൾ, ഒപ്പം തന്നെ BJPയിലെ ശക്തമായ വിഭാഗീയത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ്. BJPയുടെ ഈ വെട്ടിലാകലല്ലേ, BJP ചെന്ന് വീണ കുഴിയല്ലേ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? ഹലോ, കേൾക്കുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയാം, താങ്കൾക്ക് പറയാം. എനിക്ക് കേൾക്കാം. ഓക്കെ. ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ പിന്നെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, പിന്നെ സിജു, ഈ ഇലക്ഷൻ സമയത്ത് 2-3 ആഴ്ചക്കാലം മുമ്പ് ആണ് ആദ്യം ഈ ദല്ലാൽ നന്ദകുമാർ പ്രത്യക്ഷപ്പെടുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് അനിൽ ആൻ്റണിക്കെതിരായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. 2012-2013 കാലഘട്ടത്തിൽ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന ആൻ്റണിയുടെ മകൻ ഡൽഹിയിൽ ഡിഫൻസ് രേഖകൾ വിറ്റ് പണമുണ്ടാക്കി, ഇതാണ് ആരോപണം. എന്ന് മാത്രമല്ല, CBI കോൺസലായിട്ട് ഒരാളെ നിയമിക്കാമെന്ന് പറഞ്ഞ് നന്ദകുമാറിൻ്റെ പക്കൽ നിന്ന് 25 ലക്ഷം രൂപയും വാങ്ങി. അത് പക്ഷേ പിന്നീട് PJ കുര്യനും PT തോമസും ഒക്കെ ഇടപെട്ടാണ് 5 പ്രാവശ്യമായി തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പിന്നാലെ പിന്നെ അനിൽ ആൻ്റണിയുടെ മറുപടി വന്നത്, ഈ നന്ദകുമാറിനെ കളത്തിലിറക്കിയിരിക്കുന്നത് പിന്നെ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആൻ്റോ ആൻ്റണിയാണ്. ആൻ്റോ ആൻ്റണി എന്ന UDF സ്ഥാനാർത്ഥിയാണ് ഈ ദല്ലാൽ നന്ദകുമാറിനെ കളത്തിലിറക്കിയിരിക്കുന്നത്. PJ കുര്യനും ഇതിനെ എൻഡോഴ്സ് ചെയ്ത് പറഞ്ഞു, ഞാനും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യനും പറഞ്ഞു. അതിനുശേഷം പിന്നീട് പിന്നെ അനിൽ ആൻ്റണി പറഞ്ഞത് 26-ന് വോട്ടെടുപ്പിന് ശേഷം താൻ ഇതേ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ്. 26 കഴിഞ്ഞത് 30ആയി. ഇതുവരെ അനിൽ കെ ആൻ്റണി വായ തുറന്ന ലക്ഷരൂപനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പുതിയ ഒരു സംഭവവുമായി ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം പിന്നെ വീണ്ടും ശോഭാ സുരേന്ദ്രൻ്റെ സഹായത്തോടുകൂടി ഈ ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വരുന്നത്. എന്നിട്ടാണ് EPക്കെതിരെയുള്ള ആരോപണമൊക്കെ ഉന്നയിച്ച് ആകെപ്പാടെ പ്രശ്നമാക്കുന്നത്. അപ്പോൾ 25-ാം തീയതി ഇലക്ഷൻ്റെ തലേ ദിവസം മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ മൊത്തം ആവശ്യമായി ചോദ്യമായി ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് EP മറുപടി പറയാത്തത് ഈ ആരോപണത്തിനെതിരെ എന്ന് വലിയ ചർച്ചയും തർക്കവും ഉയർത്തുകയാണ്. പിറ്റേ ദിവസം ഈ ഇലക്ഷൻ അന്ന് രാവിലെ EP പറഞ്ഞു, ഞാൻ കണ്ടു, അതിൻ്റെ സാഹചര്യവും പശ്ചാത്തലമെല്ലാം വിശദീകരിച്ചു. അതാണല്ലോ ഇന്നലെ പിന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് മാധ്യമങ്ങളോട് വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്ന് വരുമ്പോൾ നോക്കൂ, പിന്നെ പുതിയൊരു രൂപത്തിലാണ് നന്ദകുമാർ തൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കള്ളമാണ്, EP ആയിട്ട് അത്തരം കൂടിക്കാഴ്ച ശോഭയായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് നേരെ ചാടുന്നത് എങ്ങോട്ടാണെന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നേരെ ചാടുന്നത് പിണറായി വിജയന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി ലാവലിൻ കേസിൽ താൻ നിരവധി തവണ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വളരെ ഈ കേട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് ഈ സംശയം തോന്നിപ്പിക്കുന്ന, കേട്ടാൽ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ സംശയം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചനയായിട്ട് തന്നെയാണ് ഞാൻ ഈ കേസിനെ കാണുന്നത്, ഇന്നത്തെ ഈ പ്രസ്താവനയെ കാണുന്നത്. എന്താണെന്നറിയാമോ, ഈ പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ലാവലിൻ കേസ് മെയ് മാസം ഒടുവിലോ മറ്റോ സുപ്രീം കോടതി എടുക്കുന്നതാണല്ലോ പറയുന്നത്, ഒരുപാട് തവണ മാറ്റിവെച്ചതിന് ശേഷം. അപ്പോൾ അതിലേക്ക് ആ കേസിലേക്ക് വരുമ്പോൾ എന്തിനാണ് പിണറായി വിജയനെ ആവർത്തിച്ച് ഈ നന്ദകുമാർ മാത്രമല്ല മറ്റ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും പിണറായി വിജയന് ഒളിക്കാനുണ്ട്, കെ സുധാകരൻ എന്ന് പറഞ്ഞതാണല്ലോ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഞാൻ ആ കേസിൻ്റെ കാര്യം പ്രധാനമായിട്ടും പറയാനാണ്
ഈ തുടക്കത്തിൽ ശ്രമിക്കുന്നത്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ലാവ്ലിൻ കേസിനെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട ഒരാവശ്യവും ഇല്ല. കാര്യം അത് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞ തീർന്ന കേസാണ്. പക്ഷേ ഈ കേസ് എന്നാ ഉത്ഭവിക്കുന്നത്, അത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 2006 മാർച്ച് 1-നാണ് ലാവ്ലിൻ കേസ് CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി സർക്കാർ 2006 മാർച്ച് 1-ന് തീരുമാനിക്കുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ് രാവിലെ നടന്നത്. അന്ന് ഉച്ചകഴിഞ്ഞാണ് ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ സമയത്തെ അപ്പോൾ അന്ന് ഇതിന് വിടുന്നു, CBIക്ക് വിടുന്നു. CBI കേസ് ഏറ്റെടുക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം 2013 നവംബർ 5-ന് CBI പ്രത്യേക കോടതി തിരുവനന്തപുരം ലാവ്ലിൻ കേസിൽ വിധി പറയുന്നു. CBI പ്രത്യേക കോടതി ജഡ്ജിയാണ് R. രഘു, അദ്ദേഹമാണ് ജഡ്ജ്. വിധി പറയുന്നു. പിണറായി വിജയനെ കുറ്റമുക്തനാക്കുക മാത്രമല്ല, പിണറായി വിജയനെ പ്രതിപ്പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി. CBI ഒരാവശ്യമില്ലാതെയാണ് വലിച്ചഴച്ചത് അദ്ദേഹത്തിനെ. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് പിണറായി വിജയനെ 2013 നവംബർ 5-ന്. അപ്പോൾ അന്ന് ആ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അന്ന് VS-ൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഞാൻ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇത്ര കാലം പറഞ്ഞതിന് ഇനി പ്രസക്തിയേ ഇല്ല എന്ന് VS അസന്നിഗ്ധമായി പറയുകയാണ്. അത് ദൃശ്യമാധ്യമം അന്ന് തന്നെ കൊടുത്തു, പിറ്റേ ദിവസം അച്ചടി മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതുകൊണ്ട് തൃപ്തനാവാതെ ഈ CBI പ്രത്യേക കോടതി ജഡ്ജി ചെയ്ത് മറുപടി പറയുമ്പോൾ, വിധിക്കുമ്പോൾ ആരാണ് ഭരണത്തിൽ? ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ, കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗുമാണ്. ഇവർ രണ്ടുപേരും CPM-ൻ്റെ ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പ്രതിനിധി പറയണം അത് കഴിഞ്ഞിട്ട് പിന്നാരാണ് കൊടുക്കുന്നത് അപ്പീൽ ഹൈക്കോടതിയിൽ? ക്രൈം നന്ദകുമാർ. ഈ ഇപ്പോഴത്തെ നന്ദകുമാറല്ല, വേറൊരു ക്രൈം നന്ദകുമാർ ഉണ്ടല്ലോ. ക്രൈം നന്ദകുമാർ. ഞാൻ ഒന്ന് ഇടപെട്ട് പോവുകയാണ്. കാരണം താങ്കൾ പറഞ്ഞതും എങ്ങോട്ടാണ് പോകുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ചില നന്ദകുമാർമാരാണ് ഈ പ്രശ്നമെന്നുള്ള കാര്യത്തിൽ താങ്കളുടെ നിരീക്ഷണം വളരെ നല്ലതാണ്. ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതാവ് സേനാപതി വേണു ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകുന്നതിനിടയ്ക്ക്, ശോഭാ സുരേന്ദ്രൻ്റെ ദല്ലാൾ വിവാദം ഉണ്ടാകുന്നതിനിടയ്ക്ക് രക്ഷപ്പെട്ടു പോയ ഒരാൾ AK ആൻ്റണിയും അനിൽ K ആൻ്റണിയുമാണ്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ദല്ലാൾ നന്ദകുമാർ ആദ്യം പറഞ്ഞ പേരുകളിൽ ഒന്ന് അനിൽ K ആൻ്റണിയുടേതാണ്. 25 ലക്ഷം രൂപ ഏത് കാലഘട്ടത്തിൽ? UPA സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഡിഫൻസ് കോൺസൽ നിയമനവുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ അനിൽ K ആൻ്റണി വാങ്ങി എന്നുള്ളതാണ്. അനിൽ K ആൻ്റണി വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് 26-ാം തീയതിക്ക് ശേഷം മറുപടി പറയാമെന്ന് അനിൽ K ആൻ്റണി പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു മറുപടിയും അനിൽ K ആൻ്റണിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ല. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, ഈ ദല്ലാൾമാരുമായി ബന്ധപ്പെട്ട് BJPക്ക് ഇടപെടലുകളുണ്ട്, കോൺഗ്രസ്സിന് ഇടപെടലുകളുണ്ട്. ഈ പ്രശ്നം ഇവിടെ ഉയർന്നു വരുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നിസ്സംഗത പാലിക്കുന്നത്? സ്വാഭാവികമായും സേനാപതി വേണു അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ വളരെ ആഘോഷിക്കുകയും സന്തോഷപൂർവ്വം കാണുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങളിൽ CPM-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, നിങ്ങളിങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. അനിൽ K ആൻ്റണിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്തുകൊണ്ട് അന്നത്തെ AK ആൻ്റണി ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നയാൾ, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കൃത്യമായ മറുപടി പറയാൻ ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല? അതുമായി ബന്ധപ്പെട്ട് PJ കുര്യൻ അടക്കമുള്ളവരുടെ ഇടപെടലുകൾ, ആ ഇടപെട്ടതും ഇതിൽ നടന്നു എന്നുള്ള കാര്യങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്തു. ശ്രീ സേനാപതി വേണു. സിജു, അനിൽ K ആൻ്റണി ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല, ഞങ്ങളുടെ പാർട്ടിയിലൊട്ടില്ലതാണ്. ഇനി അദ്ദേഹം എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ രാജ്യത്ത് നിയമവ്യവസ്ഥകളുണ്ട്, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അതിന്റെ നടപടികൾ തുടരട്ടെ. അത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയമല്ല. ഇവിടെ നമ്മുടെ ചർച്ചയുടെ ക്രക്സ് ജാവദേക്കറിന്റെ തന്ത്രം വിജയിച്ചോ എന്നുള്ളതാണല്ലോ അങ്ങയുടെ ചോദ്യം. ജാവദേക്കറിന്റെ തന്ത്രം വിജയിച്ചോ വിജയിച്ചില്ലയോ എന്നുള്ളതിന് മറുപടി പ്രിന്റു മഹാദേവ് പറയട്ടെ, അദ്ദേഹം BJPക്കാരൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് കോൺഗ്രസിന്റെ വക്താവ് എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കൈരളിയിലെ ദശലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് ചിലപ്പോൾ കാണുന്നുണ്ടാകും. എനിക്ക് ആ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കാനുള്ള ഒരു ചോദ്യം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ ഏകോപന സമിതിയുടെ കൺവീനറും കേരളത്തിലെ BJPയുടെ പ്രഭാരി എന്നുള്ള ഹിന്ദി പദമാണ്, അതിന്റെ അർത്ഥം ഇൻചാർജ്, ചുമതലക്കാരൻ എന്നുള്ള മലയാളം. ഇപ്പൊ ഞങ്ങളുടെ ദീപാദാസ് മുൻഷി ഇവിടെ വരുന്നത് പോലെ ചുമതലക്കാരൻ ആണ് ഈ ആളുമായി എന്ത് കാരണത്താൽ ആക്കുളത്തെ അദ്ദേഹത്തിന്റെ മകന്റെ വസതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയുടെ പേര് രഹസ്യമൊന്നോ പരസ്യമൊന്നോ എന്തു ആയിക്കൊള്ളട്ടെ. അങ്ങനെ കൂടിക്കാഴ്ച നടത്താനുള്ള കാരണമെന്ത്? എന്ത് കാരണത്തിന് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ചോദ്യത്തിന് അത്
കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടിയാണ്. ശ്രീ സേനാപതി, ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കി. എന്താണ് ഒരു വർഷം മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ച, സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ എതിരാളി, രാഷ്ട്രീയ ശത്രുവല്ല, എതിരാളി എന്നുള്ള അർത്ഥത്തിൽ വന്നു കണ്ടു, അദ്ദേഹം തന്നെ വിശദീകരിക്കുകയും ചെയ്തു. ഒരു വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം കൊണ്ടുവന്നവരുടെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം, ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് ഈ വിഷയം തുടങ്ങുന്നത്, ഈ ചർച്ച തുടങ്ങുന്നത് എവിടെയാണ്? ശോഭാ സുരേന്ദ്രൻ അനിൽ കെ ആന്റണിക്കെതിരെയും ശോഭാ സുരേന്ദ്രനെതിരെയും ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെയും അനിൽ കെ ആന്റണിക്കെതിരെ ഉയർത്തിയ അഴിമതിയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം വാങ്ങി, അതോടൊപ്പം തന്നെ അനിൽ കെ ആന്റണി 25 ലക്ഷം വാങ്ങി. പറയുന്നതാരാണ്? ദല്ലാൽ നന്ദകുമാറാണ്. ദല്ലാൽ നന്ദകുമാർ പറയുന്നതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ പല ഘട്ടങ്ങളിൽ പറയുകയും അതിന് മുൻപ് പല കാലഘട്ടങ്ങളിൽ നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിശ്വസിക്കാവുന്ന ആളാണെന്ന് പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെ ചില നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഏതായാലും താങ്കളിലേക്ക് ഞാൻ തന്നെ വരാം. നേരത്തെ ഈ താങ്കൾ പറഞ്ഞ ചോദ്യം പ്രിന്റു മഹാദേവനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരു മിനിറ്റ് കൂടെ തരുമോ? ഞാനൊന്ന് സംസാരിച്ചു. അല്ല, സിജു ഇതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും കേരളത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ഫാസിസം വരാൻ പോകുന്നു, അതുകൊണ്ട് വാതിൽ എല്ലാവരും അടച്ചിടണം, കഴിയുമെങ്കിൽ ഒരു വെട്ടുകത്തി വാക്കത്തി കൂടി കയ്യിൽ വെക്കുക ഫാസിസത്തെ തടയാനായി. ആ ഫാസിസം ജയരാജന്റെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്, നിങ്ങൾ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായ ഒരു ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചു ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണല്ലോ ഇലക്ഷന്റെ തലേദിവസം. ഈ ഫാഷിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു 2 കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതായത് കഴിഞ്ഞ ദിവസമാണ് നിങ്ങളുടെ മധ്യപ്രദേശിലെ ഇൻഡോറിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് പോവുകയാണ്. അതിനു ഒരാഴ്ച മുമ്പാണ് സൂററ്റിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക അടക്കം പിൻവലിച്ചു. അവിടെ ബിജെപിക്ക് വേണ്ടി അവസരം ഒരുക്കി കൊടുത്ത നിങ്ങളാണ്. ഇനി നിങ്ങൾ അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിങ്ങളുടെ നേതാവ് നിന്നതിനാണ്. ആലപ്പുഴയിൽ ശ്രീ സേനാപതി വേണു, ഈ ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞു താങ്കൾക്ക് പോകേണ്ടത്. ആലപ്പുഴയിൽ താങ്കളുടെ നേതാവ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗമായിരിക്കുന്ന കെ സി വേണുഗോപാൽ അവിടെ ബിജെപിക്ക് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് എന്തിനാണ് ആ രാജ്യസഭാ സ്ഥാനം കളഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നതെന്നുള്ള ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഫാഷിസ്റ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകട്ടെ, അത് എനിക്ക് തോന്നുന്നു. പറഞ്ഞോളൂ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നായിരുന്നല്ലോ നിങ്ങളുടെ ആരോപണം. പക്ഷെ ഇന്നത്തെ അത് ശരിയാണ്, ഓരോ ദിവസം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുകയാണ്. അവിടെയല്ലേ ജനം ഭയപ്പെടുന്നത്? അവിടെയാണല്ലോ സഖാക്കൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. സഖാക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ഇവിടെ അത് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും നിങ്ങൾ ആരോപണം ഉന്നയിച്ച EP ജയരാജൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ആരും അസ്പൃശ്യനൊന്നുമല്ല. താങ്കളടക്കം സേനാപതി വേണിയോടക്കം നിരവധി സുഹൃത്തുക്കളായ ആൾക്കാർ BJP നേതാക്കളിലെ വഴിയിൽ കണ്ടാൽ സംസാരിക്കില്ലേ? അതുപോലെ നടന്നൊരു സ്വാഭാവിക പ്രക്രിയയെ എങ്ങനെയാണ് രാഷ്ട്രീയമായി മ്ലേച്ഛമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഉയർന്നു വരുന്നത്. ശ്രീ M ജയചന്ദ്രൻ, അത് തന്നെയല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായാലും BJP-യുടെ പ്രതിനിധിയായാലും സംസാരിക്കുന്നതിന്റെ ഭാഷ പരിശോധിക്കണം. കോൺഗ്രസ് ഇതിനെ കാണുന്നത് വലിയ തരത്തിൽ ഏതോ ഫാഷിസ്റ്റ് കടന്നുകയറ്റം എന്ന രീതിയിൽ തന്നെയാണ്. എങ്ങനെ വിലയിരുത്താൻ കഴിയും ശ്രീ M ജയചന്ദ്രൻ ഈ വിഷയത്തെ? അല്ല, അത് പ്രിയ സുഹൃത്ത് സേനാപതി വേണുവെന്ന് തന്നെ പറയുമ്പോൾ അറിയാം, പുള്ളിക്ക് അതിൻ്റെ ഒരു ബേസിൽ നിന്ന് പറയാൻ കഴിയുന്നില്ല, ഗ്രിപ്പില്ലാതെയാണ് പറയുന്നതെന്നുള്ളത്. എന്താണെന്നറിയാമോ? ഈ മാർച്ച് 5-ന് കഴിഞ്ഞ വർഷം മാർച്ച് 5 നടന്നൊരു സംഭവമാണല്ലോ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ള വിഷയം. ഇത് EP ജയരാജൻ എന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം, LDF കൺവീനർ, അദ്ദേഹം പ്രകാശ് ജാവദേക്കർ എവിടെയാണ് അവിടെ പോയി ജാവദേക്കറെ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ ആക്കുളത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടെന്നറിഞ്ഞ് അവിടേക്ക് എത്തിയ ജാവദേക്കറെ 5 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ കണ്ടു. ഇതാണ് സംഭവിച്ചത്. അതൊരു കേർട്സി കാൾ ആണ് പ്രകാശ് ജാവദേക്കറെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു. മിനിഞ്ഞാന്ന് രാവിലെ മുംബൈയിൽ പ്രകാശ് ജാവദേക്കർ പറഞ്ഞത്, ഞാൻ ഇദ്ദേഹത്തെ മാത്രമല്ല, EP ജയരാജനെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുഴുവൻ MP-മാരെയും പേഴ്സണലി ഐ ടോക്ക് ടു ദം എന്നാണ് പറഞ്ഞത്. വ്യക്തിപരമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരോട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കേർട്സി കാൾ നിലയ്ക്കാണ് EP ആയിട്ട് കണ്ട കാര്യം പറയുന്നത്. അതുതന്നെയാണ് പാർട്ടിയും ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, അതിൽ അപാകതയായിട്ട് കാണേണ്ടതില്ല എന്നുള്ളത് പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ ഈ പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് എന്താണെന്നറിയാമോ?
ഈ ശോഭാ സുരേന്ദ്രനെതിരെ 10 ലക്ഷം രൂപ കൊടുത്ത കാര്യം സിജു പറഞ്ഞല്ലോ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ദല്ലാൽ പറഞ്ഞിരുന്നു, നന്ദകുമാർ പറഞ്ഞിരുന്നു. എന്തിനാണ് 10 ലക്ഷം? 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് പുതുച്ചേരി പിന്നെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിട്ട് നിയമനം കിട്ടണമെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം. ആർക്ക്? BJP-ക്കാർക്ക്. അതിൽ 80 ശോഭാ സുരേന്ദ്രൻ്റെ കൈവശമുണ്ട്. ബാക്കി 20ആണ് സഹായം വേണ്ടത് ഇയാളുടെ. അതിലാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായിട്ട് 10 ചോദിക്കുന്നത്. ഇതാണ് ഈ പിന്നെ ദല്ലാൽ നന്ദകുമാർ തന്നെ പരസ്യപ്പെടുത്തിയത്. ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് യാതൊരു ചർച്ചയുമില്ല. ഇങ്ങനെയൊക്കെയാണോ BJP ലഫ്റ്റനൻറ്റ് ഗവർണർമാരെ നിയമിക്കുന്നത്? ഇത്തരത്തിൽ ഒരു പിന്നെ ഇടപാട് നടന്നിട്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നൽ പോലും ഇല്ലല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, BJP-യുടെ ഒന്നാം നിരയിൽപ്പെട്ട ഒരു നേതാവ് പോലും ഇവരെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല. ആരെ? ശോഭാ സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച്. കാരണം പറയുന്നത് ആരെപ്പറ്റിയാണ്? LDF കൺവീനറെ പറ്റിയാണ്, CPM-ൻ്റെ പരമോന്നത സമിതിയെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കേരളത്തിൽ എന്താണുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ ക്രെഡിബിലിറ്റി എന്താണുള്ളതെന്നുള്ളത് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ 2 പേരെയും ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള പ്രശ്നം വരും. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വാദമുഖങ്ങളുമായിട്ട് വരുന്നത്. ഇതിൽ കോൺഗ്രസിന് എന്താണ് നിലപാടുള്ളത്? പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് എന്താ, പിന്നെ തൃശ്ശൂർ പിന്നെ ജയിപ്പിച്ചു കൊടുക്കണം. ആരെ? സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കാൻ CPM-ൻ്റെ സീറ്റ് അല്ലല്ലോ അത്. അപ്പോൾ നന്ദകുമാർ പറയുകയാണ് ആ സീറ്റൊന്ന് മാറിക്കൊടുക്കണം. എത്ര വിചിത്രവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാദഗതിയാന്ന് നോക്കിക്കോണം. അവിടെ ജയിപ്പിക്കണമെങ്കിൽ CPM-ൻ്റെ ഉത്തരവാദിത്വമല്ല, CPI-യുടെ സീറ്റാണ്, പരമ്പരാഗതമായി CPM മത്സരിക്കുന്ന സീറ്റാണ്. അപ്പോൾ അത് ആളിനെ തന്നെ മാറ്റി കൊടുക്കണം. ഇതുവല്ല നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല, മിണ്ടാതിരിക്കുകയാണ്. അത് തന്നെയാണ് എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജാവദേക്കർ വന്ന് പറയുകയാണ് തൃശ്ശൂരിൽ ശക്തനായ ഒരു കാൻഡിഡേറ്റ് ഇടരുതെന്ന്. ശ്രീ സേനാപതി വേണു, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള ദളിത് ഫെഡറേഷൻ നേതാവ് മുൻ KPCC സെക്രട്ടറി കൂടിയായ P. രാമഭദ്രൻ കൂടി നമ്മോടൊപ്പം ചേർന്നു. ശ്രീ P. രാമഭദ്രൻ, താങ്കൾക്കറിയാം ഈ കോൺഗ്രസ് പല കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള ഇത്തരം ദല്ലാൾമാരുടെ സേവനങ്ങൾ തേടിയുമായി ബന്ധപ്പെട്ട ചില കഥകൾ പണ്ട് ചില കാലങ്ങളിൽ താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇവിടെ എടുത്തിരിക്കുന്ന ഇരട്ടത്താപ്പ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് കൂടിയുണ്ട്. ഇവിടെ വലിയ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് സേനാപതി വേണുവിന് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയാനൊന്നുമില്ല. അതോടൊപ്പം ജാവദേക്കറെ കുറിച്ച് പറയാൻ ഇല്ല. ഇവിടെ പറയാനുള്ളത് പാർട്ടി CPM-ൻ്റെ സമന്വയ നേതാവ് EP ജയരാജനെ കുറിച്ചാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസ് പല കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനിൽ കെ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണം അത് കേവലം ചെറിയ ആരോപണമല്ല. അന്ന് ഭരണത്തിലിരിക്കുന്നത് ആ പ്രതിരോധ മന്ത്രിയായിരിക്കുന്നത് AK ആന്റണിയാണ്. AK ആന്റണിയുടെ തണലിലാണ് ഈ പരിപാടികൾ. ഒരു ചെറിയ കാര്യം മാത്രമാണ് അന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. ഡിഫൻസിലെ കോൺസലായി നിയമിക്കാൻ 25 ലക്ഷം രൂപ ഇദ്ദേഹം പണം വാങ്ങി എന്നുള്ളതും ഈ പണം തിരികെ വാങ്ങുന്നതിനായി പുറകെ നടന്നുവെന്നും PJ കുര്യനടക്കമുള്ളവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ നിലപാടുകൾ എടുക്കാൻ കഴിയുന്നത്? ഈ ശോഭാ സുരേന്ദ്രനെ പറഞ്ഞു വരുമ്പോൾ ശോഭാ സുരേന്ദ്രനെയും BJP-യൊക്കെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയല്ലേ ഈ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യമായി ഞാൻ പറയട്ടെ, ഞാൻ KPCC സെക്രട്ടറി ആയിരുന്നില്ല, ഞാൻ KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. കൊല്ലത്ത് DCC വൈസ് പ്രസിഡൻറ്റുമായിരുന്നു വളരെ ചെറുപ്പത്തിൽ. അപ്പം ശ്രീ AK ആൻ്റണി ഒരു കാരണവശാലും അഴിമതി നടത്തുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ മകൻ AK ആൻ്റണിയെ ഉപയോഗപ്പെടുത്തി അഴിമതി നടത്താൻ ശ്രമിച്ചു കാണും. അത് വിജയിക്കാതെ വന്നതുകൊണ്ടാണ് ആ പണം തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നത്. ശ്രീ PJ കുര്യൻ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ഇടപെടേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് ശ്രീ AK ആൻ്റണി അഴിമതിക്കാരനല്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ എനിക്ക് കഴിയും. പിന്നെ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരുടെ ഗതികേട് നമ്മൾ 2 ദിവസമായിട്ട് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും അവരെ അനുകൂലിക്കുന്നില്ല, അവരുടെ പാർട്ടിയിൽപ്പെട്ടവരെ പോലും അനുകൂലിക്കുന്നില്ല. 2 പേർ തമ്മിലുള്ള ഒരു പ്രധാന സാമ്പത്തിക ഇടപാടും യുദ്ധവുമാണ് ശോഭാ സുരേന്ദ്രനും എന്തൊരു നന്ദകുമാറും. അത് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ് അവസാനം കയറി വന്നത് ലാവ്ലിൻ കേസിലേക്കാണ്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ അതൊക്കെ കോടതി ശ്രീ പിണറായിയുടെ നിരപരാധിത്വം തെളിയിച്ചതാണ്.
ഇപ്പോഴും സുപ്രീം കോടതി കേസ് നിലനിൽക്കുകയാണ്. ഒരു കാര്യവുമില്ലാതെ അത് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ശ്രീ പിണറായിയെ പഴിക്കുക, പിണറായിയിലേക്ക് ഇതെത്തുക എന്നുള്ളതായിരുന്നത്. അത് കൈരളിയും CPM-ഉം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജയരാജനെ വെറും ഇരയാക്കിക്കൊണ്ട് ശ്രീ പിണറായിയെ ആക്രമിച്ച് CPM-നെയും പിണറായി എന്ന കരുത്തനായ നേതാവിനെയും തകർക്കാമെന്നുള്ളതാണ് ഇവരുദ്ദേശിച്ചത്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് വളരെ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണം. എനിക്ക് ദല്ലാൽ നന്ദകുമാറിനെ എനിക്ക് അയാളെ അറിയാം. ഒരു 95-94 കാലഘട്ടത്തിൽ ഞാനുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള അന്ന് അയാൾ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. ഇപ്പോഴെന്ത് പാർട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറയേണ്ടതായിട്ട് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അത് എറണാകുളത്ത് അഭിഭാഷകരും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസർമാരായിരുന്നവർക്കും ഒക്കെ അതറിയാവുന്നവരാണ്. ഇത്തരം ആളുകളുമായിട്ടുള്ള സഹവർത്തിത്വവും കാര്യങ്ങളും അവരുടെയൊക്കെ ജോലി എന്താണെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BJPയുടെ ഒരു ദേശീയ നേതാവിനെ ഉപയോഗപ്പെടുത്തി EP ജയരാജനെ പോലുള്ളൊരു സമുന്നതനായ നേതാവിനെ വശത്താക്കാൻ അവർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. EP ജയരാജനെ അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം വളരെ മാന്യനാണ്, സത്യസന്ധനാണ്, എല്ലാവരോടും വളരെ അന്തസ്സോടുകൂടി പെരുമാറുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഒരു ദേശീയ നേതാവ് കയറി ചെല്ലുകയാണ്. അല്ലാതെ ശ്രീ EP ജയരാജൻ മാരാർജി ഭവനിലോട്ട് പോയില്ല, ഡൽഹിയിൽ അവരുടെ ആസ്ഥാനത്ത് പോയില്ല, ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിലോട്ട് പോയില്ല, ഒരു BJP നേതാവിൻ്റെ വീട്ടിൽ പോയില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത്. പോയപ്പോൾ യഥാർത്ഥത്തിൽ EP ജയരാജനെ പിടിക്കാനല്ല പോയത്. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകനെ പിടിക്കാനായിരിക്കണം പോയതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇങ്ങനെ കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കി ആളുകളെ പിടിച്ച് ആ പാർട്ടി വളർത്തുന്ന ഒരു രീതി, സാമ്പത്തികമായിട്ടും മറ്റ് രീതിയിലും എല്ലാം പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിപ്പെടുത്തിയെല്ലാം പല രീതിയിലും ആ പാർട്ടിയെ വളർത്തുന്ന ഒരു രീതിയുണ്ട്. അത് ശ്രീ EP ജയരാജനോടും ഇറക്കി നോക്കിയതാണ്. EP അതിന് കൂട്ടുന്നില്ലെന്നില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള കള്ളപ്രചരണം കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും നേടാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. EP ജയരാജൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നിരപരാധിയാണ്. അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹത്തിന് ചുരുങ്ങിയ കാലത്തെ പരിചയം വെച്ച് അദ്ദേഹം ഒരു കാരണവശാലും BJP ചേരേണ്ട സാഹചര്യമില്ല. അങ്ങനെ ചേരുന്ന രാമഭദ്രൻ, ആ അധ്യായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ അടഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പൊളിഞ്ഞു വീണതാണ്. കേരള സമൂഹം അത് കണ്ടതുമാണ്. ഇവിടെ ഉയരുന്ന വിഷയം, ഈ BJP ഈ വിവാദമുണ്ടാക്കാൻ ആഗ്രഹിച്ചവർ കൊണ്ടുവന്ന പ്രശ്നം ഫലത്തിൽ അവർക്ക് തന്നെ അവരെ കൊണ്ട് കുഴിയിലിട്ടതുപോലെയായി മാറിയിരിക്കുകയാണ്. ഇവിടെ പുറത്തു വന്ന വിവരം എന്താണ്? എങ്ങനെയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഇടനിലക്കാരെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിൽ അവരുടെ നേതൃത്വം ഈ ഇടനിലക്കാരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സാമ്പത്തികമായ ലാഭം കൊയ്യുന്നത്? അതിന് അനാവശ്യമായ വിവാദങ്ങൾ സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖരായ നേതാക്കളെ കരിവാരിക്ക് തേക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ EP ജയരാജൻ, ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ശ്രീ പ്രിന്റു മഹാദേവൻ, താങ്കളുടെ പാർട്ടി ഇപ്പോഴും വലിയ പ്രശ്നത്തിൽ തന്നെയാണ്. താങ്കളുടെ പാർട്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ, നേരത്തെ ശ്രീ രാമഭദ്രൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ നിങ്ങൾ ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ BJP വിരുദ്ധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളിലെ ഗവർണർമാരെ ഉപയോഗിച്ച് അവിടുത്തെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ എതിർ പാർട്ടികളിലുള്ളവരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അത് നടക്കില്ല എന്ന് വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ നിങ്ങളുടെ നേതൃത്വത്തിന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ പേരിൽ കലക്കവെള്ളത്തിൽ അല്പം മീൻ പിടിക്കാൻ പറ്റിയാൽ അത് ഉണ്ടാകട്ടെ എന്ന് കരുതിയ എടുത്തൊരു നിലപാടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. ഫലത്തിൽ നിങ്ങളുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെതിരെ നിങ്ങളുടെ പാർട്ടി നേതൃത്വം തിരിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനതയ്ക്ക് ശോഭാ സുരേന്ദ്രൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പണവും അധികാരവും മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രശ്നമെന്നും അതിന് നിങ്ങളുടെ പാർട്ടി കൂടി ഒത്താശ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ നഗ്നമായി വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ പ്രിന്റു മഹാദേവ്.
അല്ല, അങ്ങനെ പാർട്ടി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അതിന് ഒത്താശപ്പാടെന്ന് നിങ്ങൾ പറയുന്നത്? ഒന്ന്, ജയചന്ദ്ര സാർ നേരത്തെ തന്നെ പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ നന്ദകുമാർ പറയുന്നത് ശരിയും CPM നേതാക്കൾക്കെതിരെ നന്ദകുമാർ പറയുന്നത് തെറ്റും. അതെന്ത് വൈരുദ്ധ്യമാണ്? അപ്പോൾ CPM ആളുകൾക്കെതിരെ പറയുമ്പോൾ ജയചന്ദ്ര സാർ പറയുന്നത് അത് നുണയാണ്, അതെങ്ങനെ വിശ്വസിക്കുക? ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ അത് പാർട്ടിക്കെതിരെയും ശോഭാ സുരേന്ദ്രൻ പറയുന്നത് വിശ്വസിക്കാം. ഇതൊരു വൈരുദ്ധ്യം തന്നെയല്ലേ സാറേ? ജയചന്ദ്ര സാറെ പ്പോൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന് വേണമെങ്കിൽ CPM ന്യായീകരിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ എന്ത് തരത്തിൽ കലക്കവെള്ളത്തിലാണ്? സത്യത്തിൽ ഇവിടെ കലക്കവെള്ളത്തിലും ഇവിടെ BJPയുടെ കുതന്ത്രവും ഒന്നും ഞങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ട് പ്രകാശ് ജാവദേക്കർ പറഞ്ഞല്ലോ, ജയരാജനുമായി വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ UDFന്റെ 19 MPമാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് MLAമാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, CPIയുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആർക്കും അയിത്തം കൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ തെരഞ്ഞെടുപ്പാണ്. കേരളം പോലത്തുള്ള ഒരു പശ്ചാത്തലത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ചർച്ചകളാകാം. എല്ലാം BJPയിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുന്ന ചർച്ച മാത്രമല്ല, സൗഹൃദപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ പ്രഭാരി എന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് ആളുകളുമായിട്ട് അടുപ്പം സൂക്ഷിക്കാനും വ്യക്തിപരമായിട്ട് രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകാശ് ജാവദേക്കർ പോലെ ഒരാൾ പോയി സംസാരിച്ചു എന്നുള്ള കാര്യമാണ്. ഇവിടെ സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ LDFും UDFും ഒക്കെ എല്ലാ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ദല്ലാൽ നന്ദകുമാറിനെയും ക്രൈം നന്ദകുമാറിനെയും അതുപോലെ തന്നെ സ്വപ്നയെയും സരിതയെയും ഒക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പിമ്പുകളെ സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ മലിനമസമാക്കാൻ പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവർ കുഴിച്ചിട്ടുള്ള കുഴിയിൽ ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ CPM ആയിക്കോട്ടെ EPJ ആയിക്കോട്ടെ അവർ വീട് എന്നുള്ളതാണ് സത്യം. അതിന് BJP നിങ്ങൾ ആരും പഴിചേരണ്ട. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു EP ജയരാജനെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമൊന്നുമില്ല. സ്വാഭാവികമായി രാഷ്ട്രീയ കാരണങ്ങളാൽ പലതരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ 19 UDFന്റെ MPമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. എന്താ നിങ്ങൾ അത് ചർച്ചയാക്കാത്തത്? CPIയുടെ നേതാക്കന്മാരെ ചർച്ച ചെയ്തിട്ട് എന്താ ചർച്ചയാക്കാത്തത്? ക്രൈസ്തവ മലമേധാക്ഷന്മാരും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ KPMS, SNDP, അങ്ങനെ കേരളത്തിന്റെ പരിപ്രേക്ഷത്തിൽ എല്ലാ വിധം ആളുകളുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ആളാണ് ഈ പ്രകാശ് ജാവദേക്കർ. അദ്ദേഹം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ്. അതിന് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും വീഡിയോ കാണിച്ച് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ലാവ്ലിൻ കേസ് പിൻവലിക്കാനോ, അങ്ങനെ ലാവ്ലിൻ കേസ് എങ്ങനെ സുപ്രീം കോടതി കിടക്കുന്ന കേസ് എങ്ങനെ ഞങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുക? ED നടത്തുന്ന അന്വേഷണത്തെ ഞങ്ങളെ എങ്ങനെ അട്ടിമറിക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെ ചങ്കുറ്റത്തോടെ പറയേണ്ടതില്ല ശ്രീ പ്രിന്റു മഹാദേവ്. ED നടത്തുന്ന ഇടപെടലാണ് എന്താണൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ സ്വപ്നയുടെ പേരൊക്കെ അത് ചർച്ച ചെയ്താൽ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ സ്വർണ്ണം കടത്തുന്ന വിമാനത്താവളങ്ങളുടെ പരിധിയും അല്ല, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും ശ്രീ പ്രിന്റു മഹാദേവ്. ഇപ്പോൾ ഇവിടെ ഉയരുന്ന പ്രശ്നം ശ്രീ പ്രിന്റു മഹാദേവ്, ഇവിടെ ഉയരുന്ന പ്രശ്നം നിങ്ങളുടെ നേതാക്കൾ ശോഭാ സുരേന്ദ്രൻ, നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന അനിൽ കെ ആന്റണി, എല്ലാവരും ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പണം നേടാൻ ശ്രമിക്കൊണ്ടാണ്. ഈ അധികാരത്തെ അതിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ അഴിമതിക്ക് വേണ്ടി നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ നിങ്ങൾ CPMനെതിരെ ദല്ലാൽ നന്ദകുമാർ ആരോപണം നടത്തുമ്പോൾ അദ്ദേഹം വലിയ അങ്ങനെ താങ്കൾക്ക് അതിന് മറുപടി താങ്കളോടാണ് പ്രിന്റു മഹാദേവ് ചോദ്യം ചോദിച്ചത്. എങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളുടെ ചങ്ങാത്തം അവസാനിക്കാൻ പാർട്ടി പറയുന്നത് EP ജയരാജനോടാണ്. അപ്പൊ അതിനർത്ഥം എന്താ? നിങ്ങൾ EP ജയരാജനോട് പാർട്ടി പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം അവസാനിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധം ആർക്കാണ്? ശോഭാ സുരേന്ദ്രനാണോ? ശോഭാ സുരേന്ദ്രനാണോ? EP ജയരാജനല്ലേ? നിങ്ങൾ പ്രിന്റു മഹാദേവ് 10 ലക്ഷം രൂപ ആരാണ് കൊടുത്തത്? ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ ആരാണ് കൊടുത്തത്? ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ ആരാണ് കൊടുത്തത്? ബാങ്ക് അക്കൗണ്ടിലൂടെ കൊടുത്ത പൈസയുടെ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. സുരേന്ദ്രൻ വ്യക്തിപരമായിട്ടുള്ള പ്രോപ്പർട്ടിയുമായി ഇടപാടിനെ നിങ്ങൾ പാർട്ടിയുമായിട്ട് എന്തിനാ ബന്ധിപ്പിക്കുന്നത്? നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നത്? ആര് കൊണ്ട് നടക്കുന്നു? നിങ്ങളുടെ ഈ രാജ്യത്ത് നിങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീ പ്രിന്റു മഹാദേവ് പോയതാണ് EP ജയരാജനല്ലേ? പാർട്ടിക്കില്ലാത്ത വ്യവലാതി പാർട്ടി പറഞ്ഞല്ലോ. പാർട്ടിക്ക് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ അനാവശ്യ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പാർട്ടി ഇത് സംബന്ധിച്ച് ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി. EP ജയരാജൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, താങ്കളുടെ ജാവദേക്കർ പല ആൾക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ളത്, സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലപാട് തന്നെയാണ് ഒരു വർഷം മുമ്പ് ശ്രീ പ്രിന്റു മഹാദേവ്, ഒരു വർഷം മുമ്പ് ജാവദേക്കർ സൗഹൃദ സംഭാഷണം നടത്തി എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, ശ്രീ M ജയചന്ദ്രൻ, പ്രിന്റു മഹാദേവ്, M ജയചന്ദ്രനോട് താങ്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. താങ്കൾ ഒരു നിമിഷം ഇടപെടുകയാണ്. M ജയചന്ദ്രനോട് താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്. ദല്ലാൽ നന്ദകുമാർ ചില സമയങ്ങളിൽ പറയുന്നത് ശരിയാവുകയും ചില സമയങ്ങളിൽ പറയുന്നത് ശരിയല്ലാത്തത് എങ്ങനെയാകും എന്നുള്ള ശ്രീ M ജയചന്ദ്രൻ ചോദ്യം പ്രിന്റു മഹാദേവ് താങ്കളോട് ചോദിച്ചിട്ടുണ്ട്.
അതെ അതെ തീർച്ചയായിട്ടും പ്രിൻറ്റു. പിന്നെ നമ്മൾ ഈ കൗശലത്തോടെ ഈ വിഷയങ്ങളെ എന്തിനാണ് വളച്ചൊടിക്കുന്നത്? നമ്മൾ ഈ ചർച്ചയിലിരിക്കുന്നവരല്ലേ, ഇപ്പോൾ ഈ 1 മണിക്കൂർ ചർച്ചയിലിരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ടി പി നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നത് അങ്ങനെ പറഞ്ഞത് ശരിയും ടി പി നന്ദകുമാർ ഇ പി ജയരാജനെ കുറിച്ച് പറയുന്നത് തെറ്റും എന്നുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞത് വസ്തുത എന്താണ്. 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് പിന്നെ പുതുച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണർ ആകാനായിട്ട് BJP കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കണം 1 കോടി രൂപ. അതിൽ 80 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിലുണ്ട്. ബാക്കി 20-ൽ 10 ലക്ഷം രൂപ ഇപ്പോൾ തരണം നിങ്ങൾ, ബാക്കി 10 പിന്നെ കൊടുക്കുമായിരിക്കും. ഇതാണ് പറഞ്ഞത്. ഈ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ചയായില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വ്യക്തമായിട്ട് അത് തന്നെയാണല്ലോ പറഞ്ഞത്. അല്ലാതെ ചില കാര്യങ്ങളിൽ ഇയാൾ പറയുന്നത് ശരി, ചില കാര്യങ്ങളിൽ ഇയാൾ പറയുന്നത് തെറ്റ് എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. ഞാൻ ഈ ചർച്ചയിൽ അത് പറഞ്ഞിട്ടില്ല. കൊടുത്താൽ ആളുകളെ ഗവർണറാക്കുന്ന പ്രസ്ഥാനമല്ല സാർ ഞങ്ങളത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ പാർട്ടിയെ നിങ്ങൾ അങ്ങനെ മോശക്കാരൊക്കെ ശ്രമിക്കില്ല. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കൊടുക്കും. നിങ്ങൾക്കെതിരെ ശ്രീ പ്രിന്റു മഹാദേവ് നിങ്ങളുടെ പാർട്ടിയെ പറയുന്നതിന്റെ വാഷിംഗ് മെഷീൻ എന്നാണ്. അഴിമതിയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെളുപ്പിച്ചു കൊടുക്കും. ഇലക്ട്രൽ ബോണ്ട് വഴി നിങ്ങൾ വളരെ ചങ്കുറ്റത്തോടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അഴിമതി പണം വാങ്ങുന്നവരല്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങി നിങ്ങൾ അഴിമതി പണമല്ല മറ്റെന്താണ്? ശ്രീ പ്രിന്റു മഹാദേവ്, താങ്കൾ ഞങ്ങൾ ഇലക്ട്രൽ ബോർഡ് വഴിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർ PV എന്നും വീണ വിജയന്റെ കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പണം മേടിക്കുന്നത്. ഇതിവിടെ സുപ്രീം കോടതി പറഞ്ഞതാണ്. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ SBIയുടെ ബോണ്ടുകൾ വഴി വാങ്ങിയതാണ്. നിങ്ങൾ മേഘ സാന്യോഗ്യ പണം വാങ്ങിച്ചു. അതിന് തെളിവ് സുപ്രീം കോടതി നിങ്ങൾ കൊടുത്ത തെളിവാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തി ആളുകൾ പണം മേടിക്കും. ഞങ്ങളുടെ കുറ്റം, ഞങ്ങൾക്ക് രേഖയുണ്ട്. നിയമപരമായി അഴിമതി നടത്തുന്നതാണ് പ്രശ്നം. നിങ്ങൾ നിയമപരമായി അഴിമതി നടത്തുന്നു. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ PV എന്ന് എഴുതും, എക്സാലോജിക്കിന്റെ കടലാസ് കമ്പനികൾ ഉണ്ടാക്കും, എന്നിട്ട് മക്കൾക്കും മരുമക്കൾക്കും പണം സുപ്രീം കോടതിയിൽ തെളിയിക്കപ്പെട്ടതാണ്. സുപ്രീം കോടതി വടിയെടുത്തപ്പോൾ പറയേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഇത്ര പണം മേടിച്ചിട്ടുണ്ടെന്ന്, ഇന്ന ആളിൽ നിന്ന് പണം മേടിച്ചെന്ന്. ഇത്തരം കാര്യങ്ങൾ ചെറിയ ബാലിശമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ തന്നെ സ്വയം അപഹാസ്യനാകരുത് ശ്രീ പ്രിന്റു മഹാദേവ്. ഏതായാലും ശ്രീ സേനാപതി വേണുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ സേനാപതി വേണു, ഒരുപക്ഷേ നിങ്ങൾ പണം മേടിക്കുന്നത് എന്താ പറയാത്തത്? ശ്രീ സേനാപതി വേണുവിലേക്ക് ഒരിക്കൽ പോവുകയാണ്. സേനാപതി വേണു, നേരത്തെ പ്രിന്റു മഹാദേവ് നിങ്ങൾക്കെതിരെയും ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ ദല്ലാൾമാരുമായി ഇടപെടൽ നടത്തുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് കൂടി പ്രിന്റു മഹാദേവ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ദല്ലാൽ നന്ദകുമാറിന്റെ പേരുണ്ട്, ക്രൈം നന്ദകുമാറിന്റെ പേരുണ്ട്. ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രിന്റു മഹാദേവ് പറഞ്ഞത്. ഇപ്പോൾ പ്രിന്റു മഹാദേവിന് ഇപ്പൊ എന്ത് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. ഇവിടെ ഞാനിപ്പോ ദല്ലാൽ നന്ദകുമാർ പല കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നു, ശോഭാ സുരേന്ദ്രനും പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്നു. ഇവരുടെ വിശ്വാസ്യതയൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെയും ശ്രീ M ജയചന്ദ്രൻ മാഷ് അതിന്റെ ഉത്തരം തന്നിട്ടില്ല, രാമഭദ്രനും തന്നിട്ടില്ല. എന്റെ ചോദ്യം, BJPയുടെ കേന്ദ്ര നേതാവ്, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി ശ്രീ പ്രകാശ് ജാവദേക്കർ, അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. അദ്ദേഹം CPMന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ മകൻ താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം ഉള്ളപ്പോൾ അത് വെറുതെ ചായ കുടിക്കാൻ ചെന്നതാണ് എന്ന് നിങ്ങൾ ന്യായീകരിച്ചാൽ ആ ന്യായീകരണം ഉൾക്കൊള്ളാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറല്ല. അപ്പൊ ഇവിടെ അറിയേണ്ടത് വാട്ട് ഈസ് ദ ഡീൽ, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ കേരളത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഞങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണം, ആദ്യകാലഘട്ടത്തിൽ അതൊക്കെ പൊതുജനം പോലും ചർച്ചയിൽ എടുത്തിട്ടില്ല. ഇവിടെ BJPയും CPMും തമ്മിൽ എന്തോ ചില അവിഹിതമായ ഡീലുകളുണ്ട്. അപ്പോൾ ഈ പ്രിന്റു മഹാദേവൻ പറഞ്ഞ നിങ്ങളുടെ 19 MPമാരെ കണ്ടത് ഈ ഡീലിന്റെ ഭാഗമായിട്ടാണോ? 19 MPമാരെ പ്രകാശ് ജാവദേക്കർ കണ്ടത് ആ 19 MPമാരും BJPയിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണോ ഡീൽ നടത്തിയത്? അതാണോ ഡീല്? അല്ല, അവര് പറയട്ടെ ഞങ്ങളുടെ 19 സേനാപതി വേണു, രാഷ്ട്രീയത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴേ ഇത്തരം നമ്മളൊരു മര്യാദ, ഒരു രാഷ്ട്രീയ നൈതികതയില്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. 1 വർഷം മുമ്പ് കണ്ടിട്ടുണ്ട് പ്രകാശ് ജാവദേക്കർ, വീട്ടിലേക്ക് വിളിച്ചു വന്ന് കണ്ടിട്ട് വെക്കണ്ടേ? ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ സമ്മതിക്കുന്നത് താങ്കളുടെ 19 MPമാരെ കണ്ടത് BJPയിലേക്ക് പോകാൻ, താങ്കളുടെ 19 MPമാരും BJPയിലേക്ക് പോകാൻ ഇരിക്കുകയാണോ? നിങ്ങൾ ഈ കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായി ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അടിച്ചിറക്കി നാട്ടിൽ പ്രചരിപ്പിക്കുമ്പോൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ വന്ന്
BJPയുടെ ദേശീയ നേതാവ് അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് അതൊരു യാദൃശ്ചികമാണ്, ചായ കുടിക്കാനുള്ള കഥയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമാണല്ലോ കേരളത്തിലെ ജനങ്ങളെ ഉണർത്തി നിർത്തുന്നത്. ആ ഫാസിസത്തിന്റെ പേരിൽ പോരാട്ടം നടത്തുന്ന നിങ്ങളുടെ വീട്ടിൽ ഫാസിസ്റ്റ് വന്ന് ചായ കുടിച്ചത് അത് വഴിയെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നു, CPM-ന്റെ വേറെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, AK ബാലൻ അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ടല്ലോ, അവരുടെ ആരെയും വീട്ടിൽ പോയില്ലല്ലോ ഈ പ്രഭാരി? സേനാപതി വേണു, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണോ BJP നേതാക്കൾ കൊണ്ടുപോകുന്നത് അത്തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അലക്കി, അതായത് ഒരു വർഷം മുമ്പ് സ്വാഭാവികമായി നടന്ന ഒരു കൂടിക്കാഴ്ച, അതിന്റെ ഭാഗമായിട്ട് താങ്കൾ അടക്കം എത്ര BJP നേതാക്കളുമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം താങ്കൾ BJP പോകുന്നതെന്ന് വ്യാഖ്യാനിച്ച ശരിയാകുന്നു. താങ്കൾക്ക് നേരത്തെ പ്രിന്റു മഹാദേവ് പറഞ്ഞ ചോദ്യം താങ്കൾക്കെതിരെയുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് സേനാപതി വേണു, ആരാണ് BJP-യിലേക്ക് പോകുന്നത്, ആരാണ് BJP-യുടെ അച്ചാരമാങ്ങി നിൽക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ നേതാക്കൾ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP, അത് ഓരോ ദിവസം വ്യക്തമാവുകയാണ്. അതിന് ഇത്തരത്തിലുള്ള അപവാദ ലേഖനങ്ങൾ കൊണ്ട് നടക്കില്ല സേനാപതി. അല്ല, ഞാൻ പറഞ്ഞത് BJP രാഷ്ട്രീയ അധാർമികമായ മാർഗങ്ങളെല്ലാം സ്വീകരിച്ച് അവരുടെ പാർട്ടിയിൽ ആളെ കൂട്ടുന്നതിന് ആളും അർത്ഥവും അധികാരവും എല്ലാം ഉപയോഗിക്കുന്നു. താങ്കൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? കഴിഞ്ഞ 3 വർഷത്തെ BJP അധികാരത്തിലെത്തിയ ശേഷം കണക്കെടുത്ത് പരിശോധിക്കൂ. എത്ര MP-മാർ, എത്ര മുഖ്യമന്ത്രിമാർ, എത്ര MLA-മാർ നിരന്തരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ വസ്തുത, സാധാരണ മുൻകാലഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-യോ MP ആയി കഴിഞ്ഞാൽ ആ MP-യോ MLA BJP-യിലേക്ക് പോവുകയാണെന്ന രീതിയായിരുന്നു. ഇപ്പോൾ കാലം മാറി. സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നയാൾ നേരെ BJP-യിലെ പോവുകയാണ്. നാമനിർദ്ദേശ പത്രിക എത്രയ്ക്ക് മ്ലേച്ഛമായി, ഇത്രയ്ക്ക് തരം താണു പോയല്ലോ കോൺഗ്രസ്. അത് തന്നെയാണ് ആ വിഷയമല്ലേ. ഇവിടെ നിങ്ങൾ EP ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായ നേതാവിനെ ഒരു ദേശീയ നേതാവ് ഏതോ ഒരു വർഷം മുമ്പ് കണ്ടതിന് വലിയ വിഷയമായിട്ട് എടുത്ത് വ്യാഖ്യാനിക്കുകയും BJP-യിലേക്ക് നിങ്ങളുടെ നേതാക്കൾ പോകുന്നത്, നിരന്തരം പോകുന്നത് വളരെ നല്ല കാര്യമായി പറയുന്നതും എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ശ്രീ MJ ചന്ദ്രൻ, താങ്കൾക്ക് ഇടപെടാൻ കഴിയുമെന്ന് തോന്നുന്നു. അല്ല സിജു, എന്നെയൊന്ന് പറയാൻ അനുവദിച്ചേ. BJP-യുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ വെച്ച് നാളെ BJP-യിൽ ചേരാമെന്ന് പറഞ്ഞ് കച്ചാരം ഉറപ്പിച്ചു. ഒരു ഫോൺ കോൾ വന്നപ്പോൾ തിരിച്ചുപോയി എന്ന് ഞാനല്ലല്ലോ പറയുന്നത്. ഇതൊക്കെ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇപ്പോ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന NDA-യുടെ സ്ഥാനാർത്ഥി അവരല്ലേ കേരളത്തിലെ പറഞ്ഞത്. 10 MP-മാരെയും MLA-മാരെയും കൊടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി ഇരുന്ന് ഇത്തരം അപവാദ പ്രചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു സാഹചര്യത്തെ കുറിച്ച് രണ്ട് സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടിയെയും BJP-യിൽ എത്തിച്ചവരെ സേനാപതി വേണു ചോദിച്ച ചോദ്യം എന്നോടായിരുന്നല്ലോ. അതെ, സേനാപതി വേണു താങ്കളോടാണ് ചോദിച്ചത്. സേനാപതി വേണു സംസാരിക്കട്ടെ. സംസ്ഥാനത്തിലെ ഡീലുകൾ നടക്കുന്നു. അതിപ്പോ പുറത്തു വന്നിരിക്കുന്നു. അത് പുറത്തു വന്നതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സംസ്ഥാനത്തെ പാർട്ടിയെ ചർച്ചകളും നടക്കുന്നു. അതാണ് ഡീല്. സിജു, അല്ല, ഞാൻ പറഞ്ഞ അതാണ്. ശ്രീ സേനാപതി വേണു താങ്കളിനോട് ചോദിച്ചല്ലോ, ഈ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം. ഏത് ചോദ്യത്തിനാണ് മറുപടി പറയാതിരുന്നതെന്ന് പറയൂ. ഞാൻ ഈ ആദ്യം മുതലേ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? അല്ല, ഞാൻ പറയാന്നേ. കോൺഗ്രസ് പാർട്ടി എല്ലാ ചർച്ചകളിലും അല്ല, നമ്മൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഇന്ന് വരെ ഒരു ചർച്ചയിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ വാഗ്വാദത്തിന് വരില്ലല്ലോ. ഞാൻ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഉത്തരവാദിത്തം മാത്രമേ ഞാൻ കാണിക്കൂ. ഞാൻ പറഞ്ഞത് ശ്രീ സേനാപതി വേണു, നിങ്ങൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന ബിൽഡപ്പ് എന്താണ്? ഒരു ഡീലുണ്ട്. ഇതാണ് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനൽ ചർച്ചകളിലെല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഡീലാണ്. എന്താണ് ഡീല്? അതാണ് ഞാൻ തുടക്കം മുതലേ ഈ വിഷയത്തിൽ പറഞ്ഞു വന്നത്. പിന്നെ പിണറായി വിജയന് വേണ്ടി എന്ന വ്യാജേന ഈ നന്ദകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇത്തരം വ്യാജത്വങ്ങൾ, ഈ കേസ് ഞാനതാണ് ചോദിച്ചത്. നിങ്ങൾ ഈ CBI കേസ്, ലാവലിൻ സുപ്രീം കോടതിയിലെ കേസ് നിരന്തരം ഇങ്ങനെ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ കാലത്തല്ലേ, ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ലേ പിന്നെ ഇതിനെ ഉത്തരവിട്ടത്? അതേ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ടൈമിലല്ലേ വിധി വന്നത്? പിന്നീട് അന്നേരം ആ സമയത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുന്നു, പിന്നെ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് ഭരിക്കുന്നു. അന്ന് പിന്നെ BJP-ക്കാർ പറഞ്ഞ എന്താണെന്ന് ഓർമ്മയില്ലേ താങ്കൾക്ക്? ഇത്
പിന്നെ കോൺഗ്രസും CPM തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് അന്ന് BJP നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ BJPയും CPM തമ്മിലുള്ള അഡ്ജസ്റ്റ് ആണെന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. വാസ്തവത്തിൽ രാഷ്ട്രീയ ധാർമ്മികത, നൈതികത എന്നൊക്കെ പറയാൻ ലജ്ജയില്ലേ കോൺഗ്രസ്സുകാർക്ക്? ഈ ലജ്ജയില്ലായ്മയാണ് നിങ്ങളെ എന്തും പറയാം എന്ന നിലയിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ നന്ദകുമാറിൻ്റെ പ്രശ്നം വന്നു. നന്ദകുമാർ ആരാണ്? നന്ദപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാ? നിങ്ങളൊരു MLA അല്ലേ പറഞ്ഞത്? വനിതാ MLA അല്ലേ പറഞ്ഞത്? കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് നേരത്തെ അറിയാമെന്ന് രാമോദരൻ പറഞ്ഞല്ലോ. ഇപ്പോഴും ഇയാൾ കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നേ. കോൺഗ്രസ് താങ്കൾക്കും അറിയാൻ വയ്യാത്തൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തിനാണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പ്ലോട്ടുമായിട്ട് വന്നിട്ട് ഇയാളെ ഇറക്കി കളിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ഈ പറയുന്ന ഡീലുണ്ടെന്ന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യണം. ഇല്ലാത്ത ആരോപണം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇതാർക്കാണ് മനസ്സിലാവാത്തത്? ഇത് പറയും. ഇത് ബോധ്യപ്പെടുന്ന ഒരാളായ ഞാൻ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാനിത് പറയില്ലേ? പറയണമല്ലോ. ഇന്നലെ മനോരമ ചാനലിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതേ കാര്യം ഇന്നലെ മനോരമ അവരുടെ കൗണ്ടർ പോയിന്റ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജത്വങ്ങളിൽ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്? കോൺഗ്രസിന് ഞാനീ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അക്കാര്യത്തിൽ നാണിക്കാനൊന്നുമില്ല. ആരോപണം മാത്രം ഉന്നയിച്ചാൽ മതി. ഈ ആരോപണം ഒരു വസ്തുത എന്താണ്, എങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കുന്നില്ല. പ്രശ്നവുമില്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച കാര്യം മാത്രമാണ് പറയുന്നതെങ്കിൽ അത് വേറെ പറയാം. പ്രിൻറ്റുവിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇവർ ഈ മാധ്യമങ്ങൾ വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് 2016 CPM-ൽ ചേരാൻ ഇവർ താല്പര്യപ്പെട്ടു എന്നൊക്കെയുള്ള പറയുന്നത്. ഞാൻ അങ്ങനെയല്ല കരുതുന്നത് കേട്ടോ. എൻ്റെ ഒരു ധാരണ അനുസരിച്ച് സിജു ഈ 2021 തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ BJPയുടെ ആൾക്കാർക്ക് തന്നോടുള്ള ഈ അവഗണനയിൽ പ്രതിഷേധിച്ച് മനമടുക്കുകയും പിന്നീട് അവർ CPM-യോട് സഹകരിക്കണം താല്പര്യപ്പെട്ടു വന്ന വിവരം ചിലരെങ്കിലും പറഞ്ഞ് എനിക്കറിയാം. പക്ഷേ പിന്നീട് കാണുന്നത് BJPയുടെ തന്നെ ആ സമയത്ത് ദേശീയ തലത്തിലുള്ള ഡൽഹിയിലുള്ള ഒരു ഭരണഘടനാ ചുമതലയിലിരിക്കുന്ന ഒരാൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് വരുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ, മോദി സർക്കാരിൻ്റെ 21 വരെയുള്ള 2014 മുതൽ 21 വരെ 7 വർഷക്കാലം. ആ 7 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, പ്രധാനമായിട്ടും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ഓരോരോ പുസ്തകമായിട്ട് ഇറക്കുകയാണ് ഇവരുടെ പേരിലേ ഉള്ളൂ. അവരെല്ലാം തയ്യാറാക്കിയത്. അതിൻ്റെ ചരിത്രം വേറെയുണ്ട്, പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഞാനീ പറഞ്ഞ ഭരണഘടനാ പദവിയിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് വീണ്ടും ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അതൊക്കെ അറിയാവുന്നവർക്കൊക്കെ വിശദമായിട്ട് അറിയാം എന്താണ് ക്രെഡിബിലിറ്റി എന്നുള്ളത്. അവരാണ് CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. ഇപ്പം എനിക്ക് തോന്നുന്നത് സുഹൃത്ത് ശ്രീ സേനാപതി വേണുവാണ് ചോദിച്ചെന്ന് തോന്നുന്നു. AK ബാലനെ സമീപിച്ചില്ലല്ലോ പ്രകാശ് ജാവദേക്കർ, എന്തുകൊണ്ടാണ് EP ജയരാജനെന്ന്. അവിടെ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ടല്ലോ. EP ജയരാജൻ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ആരാണ്? കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഭരണമുന്നണിയുടെ കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ആ വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയപ്പെടാനുള്ള കേർട്സി കാൾ എന്ന നിലയ്ക്കാണ് പ്രകാശ് ജാവദേക്കർ അവിടെ ചെന്നത് എന്ന് EP ജയരാജനും പറഞ്ഞു, പ്രകാശ് ജാവദേക്കറും പറഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് ഉൾക്കൊണ്ടു. പക്ഷേ പ്രശ്നം വന്നത് ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള കളങ്കിത വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അത്തരം ബന്ധങ്ങളാണല്ലോ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളിലേക്ക് വഴിതെളിച്ചത്. അതുകൊണ്ട് അപകീർത്തി കേസ് കൊടുക്കണം ഇവർക്കെല്ലാം എതിരെ. ആ അപകീർത്തി കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണല്ലോ ഇപ്പോൾ സിജു വീണ്ടും കൺഫേം ചെയ്ത് പറഞ്ഞത്. അദ്ദേഹം അപകീർത്തി കേസ് കൊടുത്തു കഴിഞ്ഞു, വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അതുമായിട്ട് മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് ഈ ഡീൽ എന്നുള്ളത് നേതാക്കൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാം. ചില ഡീലുകൾ ഉറപ്പിച്ചു എന്നുള്ള കാര്യത്തിലാണ് അവർ പറയുക. ഈ ഡീൽ ഉറപ്പിച്ചത് ആരൊക്കെയാണെന്നുള്ളതും കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഡീലൊക്കെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്ന ഡീലൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി വരാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ പ്രിൻറ്റു മഹാദേവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉയർന്നു വരുമ്പോൾ അത് കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനായിട്ട് കൂട്ടിയിണക്കുകയും അത്തരത്തിലൊരു വ്യാജ പ്രചരണം അഴിച്ചുവിടുകയും തെരഞ്ഞെടുപ്പിനും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, ഇങ്ങനെ ആരെയാണോ നിങ്ങൾ തേജോവധം ചെയ്യാൻ ശ്രമിച്ചത്, ഏത് പാർട്ടിയാണ് ലക്ഷ്യമിട്ടത്, പക്ഷെ അവിടെയൊന്നും കൃത്യമായി കൊള്ളാതിരിക്കുകയും നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന അഴിമതിയും നിങ്ങളുടെ സ്ഥാനാർത്ഥിയും നേതാവുമായവർ നടത്തുന്ന
പണമിടപാടുകളൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് പുറത്തു വരികയും ചെയ്തു. അതാണ് ഞാൻ ധരിച്ചത്. ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഈ ഇടപെടലും ഈ പ്രസ്താവനകളും സംബന്ധിച്ച് താങ്കളുടെ പാർട്ടി നേതൃത്വം ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ CPM-നെ സംബന്ധിച്ച് EP ജയരാജനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. എവിടെയാണ് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട്? അല്ല, ഇതിനകത്ത് കൃത്യമായ പാർട്ടിക്ക് നിലപാടുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രനുമായി 10 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളത് ശരിയാണെന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് പറയട്ടെ. അത് ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും തമ്മിലുള്ള ഇടപാടാണ്. അതിനെങ്ങനെയാണ് പാർട്ടി അതിന് വലിയടാവുക? പാർട്ടിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഈ പ്രകാശ് ജാവ്ദേക്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ക്ലാരിറ്റി വരുത്തേണ്ട കേരളത്തിൽ കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ക്ലാരിറ്റി വരുത്തുന്ന സമയമാണെങ്കിൽ കേന്ദ്ര നേതൃത്വവും പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള ആളുകൾ അതിനകത്ത് ക്ലാരിറ്റി വരുത്തും. നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഇടപെടലുകൾ അവിടെ വ്യക്തിപരമായിട്ടുള്ള ഇടപാടുകളാണ്. അത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിനകത്ത് കൃത്യമായിട്ട് പാർട്ടിക്ക് ഒരു നിലപാടോ പറയേണ്ട ഒരു സാഹചര്യവുമില്ല. പക്ഷേ ഇപ്പോൾ ആരോപണം ഉയരുന്നതെന്ന് പറഞ്ഞാൽ താങ്കളുടെ താങ്കളുടെ നേതാവ് ജാവ്ദേക്കർ ഇവിടെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾ ആരെയൊക്കെ കാണാൻ വന്നുവെന്നും അത് ശോഭാ സുരേന്ദ്രനും പൊളിച്ചു എന്നൊക്കെ തരത്തിലാണ് ചില ആരോപണങ്ങൾ പല കോടുകളിൽ നിന്ന് ഉയരുന്നത്. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, പാർട്ടി നേതാക്കന്മാർക്ക് ഔദ്യോഗികവും അനൗദ്യോഗികമായിട്ടൊരു ഇലക്ഷൻ്റെ മുഖത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടി വരും. എല്ലാ ചർച്ചകളും അങ്ങനെ പരസ്യമാക്കിക്കൊണ്ട് ആളുകളുടെ ജനമധ്യത്തിൽ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല, സാഹചര്യമില്ല. സ്വാഭാവികമായിട്ട് അത് കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹമാണ് ഇതിൻ്റെ അതോറിറ്റി. അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാട് ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടി പറയുന്ന എല്ലാ ഇടപാടുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പബ്ലിക്കിന് മുമ്പിൽ ഒരു പാർട്ടിയല്ലേ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്, പ്രവർത്തന പദ്ധതികളുണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. ആ പാർട്ടി പറയേണ്ട കാര്യം കൂടുതൽ വ്യക്തമാക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രനും പ്രകാശ് ജാവ്ദേക്കറുമാണ് കേരളത്തിൽ അതോറിറ്റി. കെ സുരേന്ദ്രനും പ്രകാശ് ജാവ്ദേക്കറും അവർ വ്യക്തമാക്കുന്ന കാര്യമാണ് പാർട്ടി നിലപാട്. അത് തന്നെയാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. ശ്രീ പി രാമഭദ്രനിലേക്കാണ്. ശ്രീ പി രാമഭദ്രൻ, ഈ ചർച്ച നമ്മൾ തുടങ്ങി വെച്ചത് തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെ വെട്ടിലായി പോയി എന്നുള്ളതാണ്. ആ പാർട്ടിയിലെ നില നേതാക്കൾ നടത്തിയ ചില ഇടപെടലുകൾ, ചില അഴിമതികൾ പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനായി കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മ്ലേച്ഛമായ രാഷ്ട്രീയമുണ്ട്. അതുതന്നെയല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്? തീർച്ചയായിട്ടും. അതുകൂടാതെ ഞാനൊരു കാര്യം ഇപ്പോൾ ഒന്ന് ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ ബഹുമാന്യനായ AK ആന്റണി ഒരു ദിവസം പ്രസംഗിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതായിരുന്നു: പകൽ പലരും കോൺഗ്രസ്സുകാരാണ്, പക്ഷേ രാത്രി RSSും BJPയും ആണെന്ന്. അത് അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടിട്ടാണോ എന്ന് കാലാന്തരം കുറേ കഴിഞ്ഞപ്പോഴെനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നാണോ അദ്ദേഹത്തിന് ആ ചിന്ത വന്നതെന്ന് പിൽക്കാലത്ത് എനിക്ക് തോന്നി. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ 2 മുൻ മുഖ്യമന്ത്രിമാർ, ഒന്ന് ദിവംഗതനായ ശ്രീ K കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകൾ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ മെമ്പർ, മുൻ KPCC ഭാരവാഹി, ജനറൽ സെക്രട്ടറി, അവർ പത്മജ വേണുഗോപാൽ, അവർ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തം രക്തത്തിൽ പിറന്ന KPCCയുടെ മുൻ പ്രസിഡന്റ് K മുരളീധരനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. AK ആന്റണിയെപ്പോലെ സമുന്നതനായ കോൺഗ്രസിൻ്റെ നേതാവ്, ഇപ്പോഴും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന രാഹുൽ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കാണുന്ന ശ്രീമാൻ AK ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വരിയായി നിന്ന് കോൺഗ്രസ്സുകാർ ഉത്തരേന്ത്യയിൽ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ. ശരി, ശ്രീ രാമഭദ്രൻ, താങ്കൾ പറഞ്ഞത് ഒരുപക്ഷെ ആന്റണിയെ ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പകൽ കോൺഗ്രസും രാത്രി BJP ഒന്ന് തന്നെയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ കൂട്ടം കൂടി പോകുന്നു. PCC പ്രസിഡന്റന്മാർ, ചെറിയ ആളുകളൊന്നുമല്ല, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, AICC ഭാരവാഹികൾ, AICC പ്രസിഡന്റ് മാത്രം, ആ റാങ്കിലുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ ഇനി കോൺഗ്രസിൽ നിന്ന് പോകാൻ. ഇങ്ങനെ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പാർലമെൻറ്റിലേക്ക് കോൺഗ്രസ് പാർലമെൻ്ററി ബോർഡ്, അതായത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി
എല്ലാ സ്ഥാനാർത്ഥികളുടെയും സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയേച്ച് അവസാന നിമിഷം പിൻവലിച്ച് BJP ചേരുന്നു. ശരി, ശ്രീരാമപുരൻ, ചർച്ചയ്ക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ എം ജയചന്ദ്രനിലേക്ക് അവസാനമായ ഒരു ചോദ്യം വന്നുകൊണ്ട്, കാരണം ഇവിടെ ഇപ്പോൾ പി രാമഭദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണ്, പകൽ കോൺഗ്രസും രാത്രി BJPയുമായ കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടിയിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയമുണ്ടാകുമ്പോൾ BJPക്കുള്ളിലുള്ള ഒരു വലിയ പ്രശ്നം ഉയർന്നു വരുമ്പോൾ അതിനെ അവർ വേറൊരു രീതിയിൽ വഴിതിരിച്ചു വിടാൻ വരുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ് നിലപാട്, അതുതന്നെയല്ലേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ ആ പ്രശ്നവും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? എങ്ങനെയാണ് ഇത്തരം പ്രചാരവേലകൾക്ക് ഒരു നെറികെട്ട രാഷ്ട്രീയത്തിന് കേരളം നിന്നുകൊടുക്കേണ്ടത്, അതിന് നിന്നുകൊടുക്കേണ്ടതുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ ശ്രീ എം ജയചന്ദ്രൻ? ശ്രീജു, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് താങ്കൾ ചോദിച്ചത്. കാരണം ഇവർ ഈ കോൺഗ്രസ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കി ഈ പറയുന്ന ബ്രോക്കർമാരെ, ദല്ലാളല്ല മറ്റ് പല കാര്യങ്ങളും പറയേണ്ടി വരും ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ സമയമില്ലല്ലോ, അങ്ങനെയുള്ളവരെ വെച്ചുകൊണ്ട് പുതിയ ചില കളികൾക്ക് തയ്യാറെടുത്ത് രംഗത്തിറക്കിയിരിക്കുന്നത്. അതിന് പിന്നെ മറുഭാഗത്തേക്ക് ഡീൽ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഡീല്. അപ്പോൾ ഇത്തരം നുണബോംബുകൾ കൊണ്ടുവന്നാൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഒരു ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പറയാൻ കുറച്ച് കാര്യങ്ങൾ വേറെയുണ്ട്, അത് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും പറയേണ്ടി വരുമല്ലോ, പറഞ്ഞോളാം. ഏതായാലും ഈ ഡീലെന്നുള്ള അഭ്യാസം, ആ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട സേനാപതി വേണു ഉൾപ്പെടെയുള്ള ഈ ചാനൽ ചർച്ചകൾക്ക് വരുന്ന വക്താക്കൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും രാഷ്ട്രീയമായ ശരി എന്നുള്ളതിലേക്ക് അധികം വൈകാതെ തന്നെ എത്തിച്ചേരേണ്ടി വരും അവർക്ക് എല്ലാവർക്കും തന്നെ. ഇതാണ് എനിക്ക് ചുരുക്കി പറയാനുള്ള കാര്യം. ശരി, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എം ജയചന്ദ്രൻ, ഒപ്പം തന്നെ സേനാപതി വേണു, പുരണ്ടു മഹാദേവ്, പി രാമഭദ്രൻ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ഈ വ്യാജപ്രചരണത്തിനെതിരെ EP ജയരാജൻ, ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ K സുധാകരനും അടക്കമുള്ളവർക്കെതിരെ നോട്ടീസ് അയച്ച ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നത്. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ടായ ഒരു നാറ്റം, അതിനെ മറയ്ക്കാൻ വേണ്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കരുവാക്കുകയും ചെയ്യുന്ന ഒരു മ്ലേച്ഛമായ രാഷ്ട്രീയം, അത് കേരളം തള്ളിക്കളയുക തന്നെ, അതുതന്നെയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇപ്പോൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്.